ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ബൈസെപ്സിന് വേണ്ടിയിട്ട് മിക്കവാറും എല്ലാവരുടെ ആഗ്രഹമാണ് നല്ലൊരു ബൈസെപ്സ് വേണമെന്നുള്ളത്. അപ്പം മിക്കവാറും ചെറുപ്പക്കാരെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നല്ല ഇറുകിയ ടീഷർട്ടൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ ബൈസെപ്സിന് കൂടുതൽ ഒരു വളർച്ച വേണം, അല്ലെങ്കിൽ ബൈസെപ്സ് നല്ല സൈസായിരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് മിക്കവാറും എല്ലാ ചെറുപ്പക്കാരും. അപ്പം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിൽ പോകുന്നവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ അവർക്ക് ജിമ്മിൽ പറഞ്ഞു കൊടുക്കാൻ ട്രെയിനർമാരുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എത്ര ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്തിട്ടും ബൈസെപ്സ് ഗ്രോ ആവാത്തതിൻ്റെ പിറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു 5 മിസ്റ്റേക്കുകളാണ് ഞാൻ കാണിച്ചു തരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ബൈസെപ്സ് നല്ല രീതിയിൽ ഗ്രോ ആവുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതിനകത്തൊരു ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഈ ബോഡി പോസ്ചർ കേട്ടോ, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ബോഡി പോസ്ചർ കൃത്യമാക്കുക എന്നുള്ളതാണ്. അപ്പം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന കാണാം, ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന കാണാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആദ്യമേ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, അതിനുശേഷം നിങ്ങളുടെ കോർ മസിൽ ടൈറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ചെസ്റ്റ് മസിൽ അപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കോർ മസിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക, ചെസ്റ്റ് മസിൽ അപ്പ് ചെയ്യുക, അതിനുശേഷം സാവധാനത്തിൽ 1 2 3 4. അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മുടെ മറ്റേ രീതിയിൽ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കുനിഞ്ഞും വളഞ്ഞുമൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരുക്കുകൾ പറ്റാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ ബൈസെപ്സിലോട്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനങ്ങളും ഉണ്ടാകത്തുമില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി പോസ്ചർ, ഫസ്റ്റ് കാര്യം. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുവരും. ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യരുത്. ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫോർ ആംസിൻ്റെ മസിലിലായിരിക്കും കൂടുതൽ പ്രയോജനം ലഭിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പം പരമാവധി സ്ട്രൈറ്റായിട്ട് നിന്നിട്ട് കൈ ഇങ്ങനെ തന്നെ പിടിക്കാനായിട്ട് ശ്രമിക്കുക, ഈ രീതിയിൽ തന്നെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരിക്കലും കൈ പോകരുത്, ഈ രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുക. ഒരിക്കലും കൈ റൊട്ടേറ്റ് ചെയ്യരുത്. റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫോർ ആംസിൻ്റെ മസിലോട്ടായിരിക്കും കൂടുതൽ പ്രയോജനം പോവുക. അപ്പം ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ ഡമ്പൽ പിടിക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. മൂന്നാമത്തെ കാര്യം മിക്കവാറും ആൾക്കാരെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ എൽബോ ലോക്ക് ചെയ്ത് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നാണ്. എന്ന് വെച്ചാൽ ഇതേ കണക്ക് എൽബോ അനക്കാതെ ലോക്ക് ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ അവസാനത്തെ സെറ്റിൻ്റെ അവസാനത്തെ ഒരു 4 റെപ്സ് നിങ്ങൾ എൽബോയെ നിങ്ങൾ ലൂസ് ചെയ്ത് വിട്ടതിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. കാരണം ഇതേ കണക്ക് ഓക്കെ, എൽബോ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം മാത്രമേ ഡമ്പൽ ഉയർത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ സമയം നിങ്ങൾ അവസാനത്തെ ഒരു 3 റെപ്സോ അല്ലെങ്കിൽ ഒരു 4 റെപ്സ് നിങ്ങൾ ഫുള്ളായിട്ടും മുകളിലോട്ട് ഉയർത്തി തന്നെ വർക്കൗട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് നല്ല പ്രയോജനം ഉണ്ടാക്കും. ഓക്കെ, അപ്പം എല്ലാവരും പറഞ്ഞത് എൽബോ ലോക്ക് ചെയ്ത് നോക്കണമെന്നാണ്. ഞാൻ പറഞ്ഞത് അവസാനത്തെ 3-4 റെപ്സ് നിങ്ങൾ അൺലോക്ക് ചെയ്യുക എൽബോ. ഓക്കെ, അപ്പോൾ നാലാമത്തെ കാര്യം ബ്രീത്തിങ് ആണ്. മിക്കവാറും ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇത് ബ്രീത്തിങ് തെറ്റാണ്. നമ്മൾ മേളിലോട്ട് പോകുമ്പം ബ്രീത്ത് ഔട്ട് ചെയ്യുക. താഴോട്ട് ഡമ്പൽ പോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. മേളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇതാണ് നാലാമത്തെ മിസ്റ്റേക്ക്. ഇനി അടുത്ത 5-മത്തത്.
അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, ഒരു പ്രയോജനം ലഭിക്കത്തില്ല, വെറും 0 മാർക്ക് മാത്രമാണ് അതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും നിങ്ങൾ ബൈസെപ്സിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഫാസ്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. ചില ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയില്ല. അവർ പറയുന്ന ബൈസെപ്സിനാണെന്നുള്ളതാണ്. പക്ഷേ ബൈസെപ്സിന് അതിൻ്റെ യാതൊരു പ്രയോജനം കിട്ടത്തില്ല. അതിന് പകരമായിട്ട് കൂടുതലും അതിൻ്റെ ഒരു ഇത് വരുന്നത് വെച്ചാൽ നമ്മുടെ ഷോൾഡർ മസിലിലോട്ടൊക്കെ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു പ്രഷർ വരുന്നത് വെറുതെ ഇഞ്ചുറീസ് ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്പ് ചെയ്യുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ താപ്പോട്ട് കൊണ്ടുവരിക. അപ്പ്, സാവധാനം താപ്പോട്ട് കൊണ്ടുവരിക. അപ്പ്, സാവധാനം താപ്പോട്ട് കൊണ്ടുവരിക. അപ്പ്, സാവധാനം താപ്പോട്ട് കൊണ്ടുവരിക. വളരെ എത്രത്തോളം നമ്മൾ സാവധാനത്തിൽ വർക്കൗട്ട് ചെയ്യുന്നു, താഴോട്ട് ഇറക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഡമ്പൽ പിടിച്ച് വളരെ സ്ലോയിൽ ഇറക്കുക. അത് നിങ്ങളുടെ ബൈസെപ്സിന് നല്ല എന്ന് വെച്ചാൽ താഴെ വരെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ബൈസെപ്സ് നല്ല രീതിയിൽ ബൈസെപ്സിൻ്റെ മസിൽ സ്ട്രെച്ച് ആവും. അതിലുപരിയായിട്ട് നമ്മുടെ ആ പീക്ക് മസിലൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുവാനൊക്കെ നല്ല ഷേപ്പ് ആക്കാനൊക്കെ സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 നിങ്ങൾ ബൈസെപ്സിന് ഇനി ചെയ്യുമ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങളുടെ ബൈസെപ്സ് പെട്ടെന്ന് തന്നെ ഗ്രോ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയുള്ള വീഡിയോകളും ഒക്കെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കാണും. അപ്പം നമുക്ക് ട്രെയിനർമാരൊന്നും പറഞ്ഞു തരാനില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. വീട്ടിലൊക്കെ ചെയ്യുന്ന കുഞ്ഞനുജന്മാർക്ക് കൊണ്ടിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ബൈസെപ്സൊക്കെ അടിച്ചൊന്ന് സൈസാക്കി നോക്കൂ. ഇതേ രീതിയിൽ നിങ്ങൾ തെറ്റുകളൊക്കെ മാറ്റി നിർത്തിയിട്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.